നമസ്കാരം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സുരേഷ് ബാബു ചേട്ടൻ്റെ വീട്ടിലാണ്. തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര താന്നിയത്തുള്ള സുരേഷ് ബാബു ചേട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ ചേട്ടനിപ്പോൾ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്ന് വീഡിയോ എടുത്തിരുന്നു. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചേട്ടനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ചേട്ടൻ നിൽക്കുന്നത് അങ്ങനെ ഒരു രീതിയുടെ കൂടിയാണ്. ഞാൻ കാണിച്ചു തരാം. ആ ഗാർഡനിങ്ങിൻ്റെ രീതികളൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ വെൽഡ് ചെയ്തുണ്ടാക്കി കയറാനൊക്കെ ആയിട്ട് സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഇതിൻ്റെ രൂപകൽപ്പന എന്ന് പറയാമോ ചേട്ടാ? ഇത് 22 മറ്റോ കേരള ഗവൺമെൻറ് നമുക്ക് ഈ ടൗൺ ഏരിയയിൽ കൃഷിയിടത്തിൽ കൃഷി ഭൂമി കുറവുള്ളവർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് സബ്സിഡിയോട് കൂടി ഗവൺമെൻറ് കൊടുത്തിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് തോന്നി അതൊക്കെ നന്നായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്ന് തോന്നി. അത് തോന്നാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വയനാട് MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ പോയപ്പോൾ MS സ്വാമിനാഥൻ്റെ ഫ്രണ്ട് ലോബിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കർഷകനും ഓരോ സയൻറ്റിസ്റ്റ് ആവണം. നമുക്ക് എന്തുകൊണ്ട് അവരുണ്ടാക്കിയ സ്ട്രക്ചർ ഒന്ന് പുതുക്കി പണിതുകൂടാ എന്നുള്ള തോന്നലാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. അത് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടുകളും മറ്റുമായിരുന്നു. ചെറിയൊരു സ്ട്രക്ചറായിരുന്നു. ഞാനപ്പോൾ എന്തായാലും ഒരു 34 ചട്ടി വെച്ചിട്ട് 64 സ്ക്വയർ ഫീറ്റേ വേണ്ടോ. 64 സ്ക്വയർ ഫീറ്റിൽ 34 ചെടി നിൽക്കുന്നുള്ളതാണ്. ഓരോ ചെടിക്കും മറ്റൊരു ചെടി തടസ്സമാവുന്നില്ല. ഇതിൽ ഓട്ടോമാറ്റിക് വാട്ടർ ഇറിഗേഷൻ നമുക്ക് ഇപ്പോൾ ടെറസിൻ്റെ മുകളിലോ മറ്റോ വയ്ക്കാനും ട്രാൻസ്പോർട്ടേഷനും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ 14 പീസാക്കാം. മുകളിലേക്ക് എത്താത്തവർക്ക് ഒരു കോണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശരി, അതാണ് ഈ കാണുന്ന കോണി അല്ലേ? ഈ കോണി, ആ കോണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ വളരെ ലിമിറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ശരി. കഴിഞ്ഞ ഈ 24 എൻവയോൺമെൻറ്റ് ഡേയിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 3 കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റ് ഡേയിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. റീയൂസ്, റീസൈക്കിൾ, റെഡ്യൂസ്. ഇത് 3 ഇതിൽ അപ്ലിക്കബിളാണ്. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം റെഡ്യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വെള്ളം ആവശ്യമുള്ള അത്ര. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ റീയൂസ് എന്ന് പറയണത് നമ്മളിപ്പോൾ ഇതിലുള്ള ജൈവ വേസ്റ്റുകൾ, അതായത് ഒരു ചെടിയുടെ കാലം കഴിഞ്ഞാൽ ആ ചെടി പറിച്ച് നമ്മൾ സാധാരണ വലിച്ചെറിയുക എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുക ചെയ്യുക. നമുക്കത് എന്തുകൊണ്ട് റീസൈക്കിൾ അല്ലെങ്കിൽ റീയൂസ് ചെയ്തിട്ട് വളമാക്കിക്കൂടാ എന്നുള്ള തോട്ട് വന്നപ്പോഴാണ് ഈ ചെടികൾ അല്ലെങ്കിൽ അടിക്കുന്ന വേസ്റ്റുകളൊക്കെ ഇടാനൊരു പോട്ട് ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് ടയറോബിൻ എന്നാണ്. അപ്പോൾ അതിലിട്ടാൽ അത് അടുത്ത ക്രോപ്പിനെങ്കിലും നമുക്ക് വളമായിട്ട് കിട്ടും. പിന്നുള്ളത് ടയർ റീയൂസ് ചെയ്യുക. ടയർ വാസ്തവത്തിൽ ആദ്യം മുതലേ പറഞ്ഞു തുടങ്ങിയ മാതിരി തന്നെ ഒരു കൊതുക് വളർത്തൽ കേന്ദ്രമാണ്. എവിടെയും വേസ്റ്റായിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അത് ഫാക്ടറികളിലേക്ക് കത്തിക്കാൻ പോകുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്നുള്ള നിലയ്ക്കാണ് ഈ ടയർ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പം സുഖമായിട്ട് 34 ചെടികൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഓരോ ചെടി നമ്മളിട്ട ഓരോ ചെടിയും അതിൻ്റെ പ്രത്യേകത വിളിച്ചോതുന്ന തരത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം ആഫ്രിക്കൻ മല്ലി, മുളക്, പുതിന, മുളകുകളുടെ ഇതാണ് ആഫ്രിക്കൻ മല്ലി. ഇത് ആഫ്രിക്കൻ മല്ലി. മുകളിൽ നമ്മൾ അങ്ങോട്ടുള്ള ആക്സസ് കുറയ്ക്കാൻ വേണ്ടി വെച്ചുള്ള ഇഞ്ചിയാണ്. അപ്പോൾ വല്ലപ്പോഴും ആവശ്യമുള്ളപ്പോൾ മാത്രം കയറിയാൽ മതി. ഇഞ്ചിയൊക്കെ സുഖമായിട്ട് നിൽക്കുന്നുണ്ട്, കാണാം. ഇത് താഴത്ത് ചെടികൾ വയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് എന്നെ സംബന്ധിച്ച് ഇതൊരു ഷോ പീസാണ്. വരണവർക്ക് കാണാനും ഇതൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ലൈവായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെടികളൊന്ന് വെച്ചത്. കാരണം ഇതിന്റെ ഒക്കെ കാലഘട്ടം കഴിയുമ്പോൾ പിന്നെ വീണ്ടും തുടങ്ങണം നമ്മൾ. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഈ ചെടികളുടെ പേരെന്ന് പറയാൻ പറ്റും. ചെടികളൊക്കെ അഗ്ലോണിമ, ഒക്കെ ഡിഫറെന്റ് വെറൈറ്റീസ്. അഗ്ലോണിമയിൽ ഒക്കെ ഡിഫറെന്റ് വെറൈറ്റീസ്, എല്ലാം വെറൈറ്റീസ് ആണ് വെച്ചത്. ഇപ്പൊ മുളക് ഇതാ നിങ്ങൾക്ക് കാണാം. ശരിക്ക് ഒരു ഫാമിലിക്ക് വേണ്ട മുളക്, പുതിന, മല്ലിയില, ഇഞ്ചി നമുക്ക് സുഭിക്ഷാണ് നോക്കി സംരക്ഷിച്ചുണ്ടാക്കാം എന്ന് നമ്മൾ കരുതുക. ഈ അഗ്ലോണിമ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഒന്നുമില്ല. പ്രത്യേകിച്ച് കാണാൻ
രസകരമാണ്. ഇലകള് ഡിഫറെന്റ് വെറൈറ്റീസ്, അതാണ് വ്യത്യസ്ത വർണ്ണത്തിൽ ചാർത്തുകളുടെ ഭംഗി. അത് ശരി. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. ആ പിന്നെ ഇങ്ങനെ വെച്ചു. ഇഞ്ചി എന്ന് പറയുന്നത് നമുക്ക് വൾസിന്റെ ബ്ലൂമും ഒന്ന് കേറിയാൽ മതി. ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി കയറുന്നൊന്ന് കാണിച്ചു തരാൻ പറ്റും. നമുക്ക് 3 പേർക്ക് വേണമെങ്കിൽ കയറാൻ പറ്റും അല്ലേ? ഇവിടെ കൃത്യമായിട്ട് നല്ല ബലത്തിൽ വെച്ചിട്ടുണ്ട്. നല്ല ബലത്തിൽ. ശരി. അത് പിന്നെ എന്താ വെച്ചെങ്കിൽ ഈ ചെടികൾ വെക്കുന്ന ചെടികളൊക്കെ വളരെ ഹൈജീനിക് ആയിട്ട് നിൽക്കും. കാരണം നിലത്തുനിന്ന് കുറച്ച് പൊന്തിയിട്ടാണ്. എലികളുടെ ശല്യോ പെരിച്ചായോ വന്ന് കയറാൻ പോകുന്നില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ നമുക്ക് അടിച്ച് വൃത്തിയാക്കാം. കൃഷിയിടം ഹൈജീനിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇനി ഒന്നുള്ളത് ഇതാ, ഇതില് മുകളിൽ എത്താത്തവർക്കായിട്ട് സുഖമായിട്ട് കയറി നിൽക്കാം. ഇതാ മോൾഭാഗം വരെ കയറി നമുക്ക് സുഖമായിട്ട് നിൽക്കാം. ശരി. ആരെയും ആശ്രയിക്കണ്ട. കാന്താരിയാണ്, നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. ശരി. ചേട്ടൻ ഇപ്പൊ ഏറ്റവും മുകളിൽ കയറി നിൽക്കാണ് അല്ലേ? 250 കാന്താരിയോളം ഇപ്പൊ ഇതിൽ പൊട്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരി. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്. ഇത് മൊത്തം 14 പീസാക്കാട്ടാ. ഇത് 100 കിലോ ആണ് ഇതിന്റെ വെയിറ്റ്. ഈ ഇരുമ്പ് മാത്രമായിട്ട് ശരി 100 കിലോ ആണ് വെയിറ്റ്. അപ്പോൾ എവിടേക്കും കൊണ്ടുപോകാനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ സുഖമായിട്ട് കാര്യങ്ങൾ നടക്കും. ശരി. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ, വെള്ളം നമ്മൾ ഡ്രിപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതിന്റെ ഡ്രിപ്പ് ഞാൻ ഊരി വെച്ചിരിക്കുകയാണ്. ഊരി എന്ന് പറഞ്ഞാൽ വേറെ ഒരു അർജന്റ് മെറ്റീരിയൽ കൊടുക്കേണ്ടി വന്ന കാരണം കൊണ്ട് അത് ഊരി കൊടുത്തു എന്ന് മാത്രം. അങ്ങനെ ഉണ്ട്. ഇനി ഇതാ സുഖമായിട്ട് ഇതിന്റെ ചുറ്റുപാടും നിങ്ങൾക്ക് കാണാം. എല്ലാ പോട്ടിലും ചെടിയുണ്ട്. സുഖമായിട്ട് എന്താണ് കടക്കില് ഇട്ടിട്ടുള്ളത്? കടക്കിലൊക്കെ നമ്മൾ ചാണം, ചകിരിച്ചോറ് അങ്ങനെയുള്ള ജൈവ രീതിയിൽ മാത്രമേ തന്നെ ചെയ്തിട്ടുള്ളൂ. നമ്മൾക്ക് കഴിക്കണ്ടല്ലേ. ശരി. സുഖമായിട്ട് പൊട്ടിച്ച്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ മൊത്തത്തില് ഈ ടയർ കൊണ്ട് നിർമ്മിച്ച എത്ര പോട്ടുകൾ? 34 പോട്ടുണ്ട്. 34 പോട്ടുണ്ട്. ശരി. ഫ്രീ. ഇത് ധൈര്യമായിട്ട് ലോകാവസാനം വരെ ഇരിക്കും ടയറ്. അപ്പൊ അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. എവിടേക്ക് വേണമെങ്കിൽ ഈസിലി ട്രാൻസ്പോർട്ടബിൾ ആണ്. നമുക്കിത് 14 പീസാക്കാം മൊത്തം. അപ്പൊ അഴിച്ചെടുത്ത് എവിടേക്കും കൊണ്ടുപോകാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇതിൽ നിൽക്കുന്ന ചെടികൾ നോക്കിക്കോ. ഈ ചെടി വളരുന്നതിന് ഇതൊരു തടസ്സമല്ല. ഇത് വളരുന്നതിന് ഇതൊരു തടസ്സമല്ല, ഇതൊരു തടസ്സമല്ല. അപ്പൊ എല്ലാ ചെടികളും നല്ല കൃത്യമായിട്ട് ഈ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഗ്രോത്ത് കിട്ടും. ഒന്നിനും നമ്മള് ഒരു തടസ്സമായിട്ട്. ആഫ്രിക്കൻ മല്ലി അല്ല ചേട്ടാ? ആഫ്രിക്കൻ മല്ലി. അത് യഥാർത്ഥത്തില് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാമ്പാറിലിടാൻ, എല്ലാം നല്ല ഗന്ധമുണ്ട് അല്ലേ? ചട്നി സാമ്പാറിനൊക്കെ ഉപയോഗിക്കാം. ഗന്ധമുള്ളതാണ് അല്ലേ? സാധാരണ ഇത് പിടിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഞാനിവിടെ കണ്ടപ്പോഴാണ് അത്. അതുപോലെ പുതിനല്ല, മല്ലിയെല്ലൊക്കെ ഈ പ്രശ്നമില്ല. അതൊന്നും പിടിക്കാനായിട്ട് ഒരു ചെടി മാറി വെച്ചതാണ്. ശരി. എനിക്കത് പറ്റില്ലാന്ന് തോന്നി മാറ്റി. അപ്പൊ തന്നെ നമുക്ക് ചെടിയോട് അങ്ങനെ ഒരു ഇന്റിമസി തോന്നേണ്ട കാര്യമില്ല. നമുക്ക് അനുഭവം തരുന്നില്ല എന്ന് തോന്നിയ ഉടനെ എടുത്തു. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടു. പിന്നെ ഇതിലൊഴിച്ച വെള്ളവും വളവും ചെടിക്ക് തന്നെ കിട്ടും. ശരി. വേറൊരു എന്താ പറയാ, പരാന്ന ഭോജനം ഇതിൽ നടക്കുന്നില്ല. വേറൊരു ചെടി വന്നിട്ടില്ല. പിന്നെ ക്ലീനിങ്. ഇതിപ്പോ പുല്ലൂട്ടിയില് ഇട്ട വൈക്കോലിന്റെ ബാക്കിയാണ്. നമ്മളത് എന്താ വെച്ചാൽ ഒരു പൊതാന്നുള്ള നിലയ്ക്ക് ഇട്ടിട്ടുള്ളതാണ്. ഒരു പൊത ഇടാന്നുള്ള അങ്ങനത്തെ വൈക്കോൽ ഇടുന്നോണ്ട് ഒരു പ്രശ്നങ്ങളില്ല. ഒരു പ്രശ്നമില്ല. സുഖമായിട്ട് നിൽക്കും. വെള്ളം ഇപ്പൊ ഇത് നല്ല വെയിലത്തല്ലേ ഇരിക്കും. വെള്ളം ആവിയായി പോണ്ട. ആ പെർസെന്റേജ് കുറഞ്ഞു കിട്ടും. പിന്നെ അങ്ങനെയുള്ള ഒന്നും ഇല്ല. പിന്നെ സുഖമായിട്ട്. പിന്നെ ഈ ചെടി നമ്മള് വളർത്തണ ഇതൊരു ഭംഗിയുള്ള ചെടിയാണല്ലേ? ഏതൊരു ഓർണമെന്റേഷൻ. ഇതൊരു ചെടി. അങ്ങനെ ചെടികളുടെ എണ്ണം കൂട്ടാം. അതിലും കൂടി ഗവേഷണം ചെയ്യും. ഇതില് ഈ സ്പേസും കൂടി ഉപയോഗിക്കാനുള്ള ഒരു ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുക. ചേട്ടനൊരു എന്റർപ്രൂണർ, സംരംഭകൻ കൂടിയാണല്ലോ അല്ലേ? എന്റർപ്രൂണർ കൂടിയാണ്. സ്പേസും കൂടി ഉപയോഗിക്കണം. പിന്നെ ഇതിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ഇത് ഈ നടുക്കിലുള്ള സ്പേസ് നിങ്ങൾക്കൊരു ഫിഷ് പോണ്ടാക്കി മാറ്റാം. ഉള്ളില് 2 കട്ട ഇതിൽ വെച്ചാൽ മതി. ശരി.
അപ്പോൾ ഇവിടെ ഒന്ന് സേഫ് ആവുകയും ചെയ്യും. ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടാൽ സുഖമായിട്ട് മീനെ വളർത്താം. അതിലെ വെള്ളം എടുത്ത് അടിക്കാം. അടിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അമോണിയ ആ നൈട്രജൻ കണ്ടന്റ് സുഖമായി കിട്ടും. അപ്പോൾ ആവശ്യത്തിന് മീനും കിട്ടും. ആ പിന്നെ ഇനി മീൻ കഴിക്കാത്തവരാണെങ്കിൽ സുഖമായി ഇരുന്നിട്ട് നിങ്ങൾക്ക് കാണാലോ, ഒരു മീനിന്റെ സൗന്ദര്യം കാണാം. അങ്ങനെയുള്ളൊരു ഗുണം യഥാർത്ഥത്തില് ചേട്ടൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു പൂന്തോട്ടവും അത് ഹോർട്ടിക്കൾച്ചറും അതുപോലെ തന്നെ അഗ്രികൾച്ചറും കൂടി സംയോജിപ്പിച്ചിട്ടുള്ള ഒരു നൂതന സംരംഭമാണ്. അതായത് നമ്മുടെ ഇതില് പലരും ചെയ്യുന്ന രീതി, വീട്ടിലൊക്കെ ചെയ്യുന്ന രീതി എന്ന് വെച്ചാല് പൂക്കളെ വെക്കിന്, പൂച്ചെടികൾ വെക്കണ അത് മാത്രമാണ്, അതിന് മാത്രം ശ്രദ്ധ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോ പച്ചക്കറി തൈകൾ അല്ലെങ്കിൽ പച്ചക്കറീനെ കൂടി പൂന്തോട്ടത്തിന്റെ രൂപകൽപ്പനയിലേക്ക് കൊണ്ടുവരാം. അതിലൊന്നും കൂടി പറഞ്ഞുതരാം. ഒരു ഫിലോസഫിക്കൽ ടച്ച് ഉണ്ട്. ശരിക്ക് നമ്മള് കൃഷിയില് ആർട്ട് കൂടി സംയോജിപ്പിച്ചിരിക്കുക. ഓ ശരി. അതായത് ഇതിന്റെ ഒരു പേര് ആർട്ടിസ്റ്റിക് അഗ്രികൾച്ചർ എന്നാണ്. വെറും ഒരു അഗ്രികൾച്ചർ അല്ല. നമുക്ക് ചെയ്യുന്ന ആൾക്കും ഒരു മനോസുഖം കിട്ടണം, ആനന്ദം കിട്ടണം. നമ്മൾ വെറും ഇതിന്റെ പൈസയോ അല്ലെങ്കിൽ ബാക്കിയുള്ള മൂല്യങ്ങളോ മാത്രം നോക്കിയാൽ പോരാ. ആനന്ദം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതുകൂടി കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കണം. അപ്പൊ ഇതാണ് ആർട്ടിസ്റ്റിക് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെടി കണ്ടാലും അത് ഒരുക്കി വെച്ചുള്ളത് കണ്ടാലും ഒരു സൗന്ദര്യാത്മക കൃഷി. ശരി. അതാണ് അതിന്റെ ഒരു ഇതിന്റെ പേര് ഗ്രീൻ മൗണ്ട് എന്നാണ് ഇട്ടുള്ളത്. ഒരു പച്ചക്കുന്ന്, ഗ്രീൻ മൗണ്ട് ഇട്ടുള്ളത്, ഒരു പച്ചമല. ഇപ്പൊ അത് ഞാൻ യൂണിവേഴ്സിറ്റിയിലും പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പൊതു ഇടത്തില് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടത്തില് അവർ കൂടി സഹായിച്ചാൽ ഇതൊന്ന് ലഭ്യമാക്കാനുള്ള ഒരു സംരംഭം. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിന് കാര്യമായിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട്, അവർ നന്നായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ആർക്കും ഒരു സന്തോഷകരമായിട്ട് ഒരു 10 മിനിറ്റ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനോട് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ചേട്ടൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. പിന്നെന്താ, അതിന്റെ ഏകദേശം എത്ര ചെലവൊക്കെ വരും ഇതിന്? ടോട്ടൽ ഈ ഞാൻ പറഞ്ഞ ഡ്രിപ്പ് ഇറിഗേഷൻ, 34 ചട്ടി, ഈ സ്ട്രക്ചർ, വേസ്റ്റ് മാനേജ്മെന്റിനുള്ള ഒരു പോട്ട്, അതെല്ലാം കൂടി 35,000 ആണ്. ഈ 35,000 എന്ന് പറയണത് നിങ്ങൾ ആലോചിച്ചോ, ഒരു ലോങ് ലൈഫുള്ള ചട്ടി. ഈ ചട്ടി പൊട്ടിച്ചാൽ ഇതേമാതിരി ആ ചട്ടി ഫ്രീ ആയിട്ട് 2 എണ്ണം കൊടുക്കാം. കാരണം ഇത് ഒരിക്കലും കേടുവരുത്താൻ പറ്റാത്തൊരു ചട്ടി. അതാണ് ചേട്ടന്റെ വാദം. അതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ്. ഇതില് 34 ചട്ടിയും ഈ സാധനങ്ങളും കൊണ്ടുവന്ന് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അത്രയും നമ്മൾ ചെയ്യും. അതിനൊക്കെ കൂടി വരുന്ന തുകയാണോ? 35,000 മതി. നിങ്ങൾ ഓരോ കോമ്പോണന്റ് എടുത്ത് നോക്കിയാലും ഇതിന്റെ ടോട്ടൽ റേറ്റ് അറിയാം. 100 കിലോ സ്റ്റീൽ മാത്രം ഉണ്ട് ഇതില്. എല്ലാ എഡ്ജും ഇപ്പൊ ഇത് കണ്ട പൈപ്പ് അതൊക്കെ ഇട്ട് മൂടി ഒന്നും കടക്കാത്ത വിധത്തിലാക്കി അപ്പോക്സി പെയിന്റ് അടിച്ച് അങ്ങനെ വൃത്തിയാക്കിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറെ കൊല്ലത്തോളം നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള എന്താ വെച്ചാൽ പെർമനന്റ് ഒരു കൺസ്ട്രക്ഷൻ ഇതിൽ നടക്കുന്നില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് എടുത്ത് മാറ്റി എവിടേക്ക് വേണമെങ്കിൽ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സുഖം. ശരി. ഈ കോണി പോലും നിങ്ങൾക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ശരി. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അതാണ് കോണിയുടെ പ്രത്യേകത അല്ലേ? കോണി എടുത്ത് പൊന്തിച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ശരി. അതാണ് അതിന്റെ ഒരു ഇനി കോണി അത്തരത്തിലാണ് ഇവിടെ ഈ ഭാഗത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇനി അഗ്ലോണിമ പോലുള്ള ചെടികൾ, അതായത് സൂര്യന്റെ വെളിച്ചം നേരിട്ട് തട്ടണ്ടെന്നുള്ളവർക്ക് ഇതിന്റെ മുകളിൽ ഒരു മഴമറയും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മഴമറയ്ക്ക് അടിയിൽ കാലൊന്നും ഇല്ല, കാലിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ട്രക്ചർ, ഇതിന്റെ പുറത്തേക്ക് ഒരു സ്ട്രക്ചർ വരുന്നേ ഇല്ല. 8 അടി നീളം, 8 അടി വീതി, 64 സ്ക്വയർ ഫീറ്റ്. അതിന്റെ ഉള്ളിൽ ഇതെല്ലാം കൂടി വെക്കുന്നു. 8 അല്ലേ? 64 സ്ക്വയർ ഫീറ്റ്. 64 സ്ക്വയർ ഫീറ്റ്. ശരി. ഈ ചെടികൾ അങ്ങനെ മഴയെന്നുള്ള പിരമിഡിന്റെ മാതിരി ഇങ്ങനെ കൂർത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പിരമിഡിന്റെ പ്രത്യേകത ഇനി മാഷ് പറഞ്ഞപ്പോഴാണ് അത് ആലോചിച്ചു. അതൊരു ജൈവിക രീതിയിൽ നിങ്ങൾക്ക് ഒരു പെസ്റ്റ് കൺട്രോളും കൂടി നടത്താൻ ഈ പിരമിഡ് ഷേപ്പ് സഹായിക്കും. പിരമിഡ് ഷേപ്പിനുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ എയർ ഇങ്ങോട്ട് സക്ക് ചെയ്തിട്ട് മുകളിൽ നിന്നാണ് എയർ ഔട്ടാവും. ശരി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു പുക, ഇപ്പോൾ മുളകോ ഒരു ചകിരിപ്പൊളിയിൽ മുളക് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഇട്ടിട്ട് പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ പെസ്റ്റ് കൺട്രോളറാണത്.
എല്ലാ പുക കംപ്ലീറ്റ് സ്ഥലത്ത് തങ്ങി നിൽക്കും. ഞാൻ ചേട്ടനോട് ചോദിക്കാൻ നിൽക്കുന്ന ഒരു കാര്യമാണ് പെസ്റ്റ് കൺട്രോൾ. അതായത് ഈ കീടങ്ങൾ എങ്ങനെയാണ് ഇവിടെ വരുമ്പോ ഒരു കീടങ്ങളും കാണാനില്ല. ഇല്ല, ഇതില് അതെങ്ങനെയാണ് ചേട്ടൻ കൈകാര്യം ഒരാഴ്ച ഇതിപ്പോ നിങ്ങൾ നോക്കിക്കോ. ഇത് കരിമ്പിന്റെ ചണ്ടിയാണ്. ഓ ശരി. കരിമ്പിന്റെ ചണ്ടി ഇട്ടപ്പോ ഒരാള് പറഞ്ഞ് ഉറുമ്പ് വരുന്നു. തീർച്ചയായിട്ടും ഉറുമ്പ് എന്നോട് ചോദിക്കാണ്ട് ഇതിലേക്ക് കേറില്ല. ശരി. നമ്മൾ ഈ 34 ചെടിയുടെയും ഗ്രോത്ത് നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചുകൾ ഒന്ന് നടന്നു നോക്കിയാൽ അറിയാം. നിങ്ങൾ മറ്റത് 34 ചെടി കാണണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ഏരിയ വേണം? തീർച്ചയായിട്ടും അങ്ങനെ ആലോചിക്കാം. ഇതിൽ ഒരു അങ്ങനെയുള്ള ഇപ്പൊ ഉറുമ്പ് കൂട് കൂട്ടാനോ പെരിച്ചായ്ക്ക് കയറാനോ ഒന്നിനും സാധ്യതയില്ല. അല്ല, ഈ ഇതിന്റെ ഇവിടെ ഉറുമ്പ് കയറാത്തിന്റെ കാരണം പറഞ്ഞാല് അല്ല, ഉറുമ്പ് ഇതിലിപ്പോ മുകളിൽ വെച്ചോണ്ട് അല്ല, നമ്മളിപ്പോ ഡെയിലി ഇത് ഒന്ന് നോക്കിയാൽ എന്താണ് നമുക്കറിയാം ഇതിൽ എന്താണ്. ഇപ്പൊ ഈ ചെടീനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്താണ് കുഴപ്പമെന്ന് നമുക്കറിയാം. നമ്മുടെ ചെടിയല്ലേ, നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ അപ്പൊ തന്നെ എടുത്തു കളഞ്ഞ് നിങ്ങൾക്ക് പുതിയ ഒരു സാധനം വെക്കാം. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പണിക്കാരനെയോ അല്ലെങ്കിൽ വേറൊരു മാൻ പവറോ നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല. ആ ചെടി പിഴുതെടുക്കുക. ആ ചെടി പിഴുതെടുത്ത ചെടി നിങ്ങൾ കളയാനായിട്ട് അലയണ്ട. ഇതില് വേസ്റ്റിനുള്ള ഒരു പോട്ട് വയ്ക്കും. അപ്പൊ അതിലിട്ടാ മതി. അത് അടുത്ത കൃഷി ടൈമിൽ നിങ്ങൾക്ക് വളമായിട്ട് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ വെച്ചതാണ് ഇപ്പൊ ഈ 2 ചെടി മാറ്റി. എനിക്ക് വേണ്ടാന്ന് തോന്നി. നമ്മൾ ഈ ചെടികളോട് അങ്ങനെ ഇപ്പൊ ഈ അഗ്ലോണിമ എന്ന് പറഞ്ഞതിനോട് വീണ്ടും തോന്നാം. പക്ഷെ ഈ അനുഭവം തരാത്ത ചെടികളോട് ഒരു സെന്റിമെന്റ് തോന്നേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഇത്. കാരണം അതിനൊരു കറക്ഷൻ പീരീഡ് വരുന്നില്ല. നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ എടുത്തു മാറ്റുക, ഇത് കളയുക, വേറെ ചെടി വെക്കുക. അതാണ് നമ്മുടെ ഒരു ലെവല്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാ അഗ്ലോണിമയും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. എല്ലാ സാധനങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. അത് നല്ല വില പിടിപ്പുള്ള വെച്ചിട്ടുള്ളത്. നല്ല 200-250 രൂപ വരുന്ന ചെടികളാണ്. നമുക്ക് ഇതേമാതിരി ഇപ്പൊ ടൂളുകള് ഒക്കെ സൗകര്യം സേഫായിട്ട് അവിടെ ഇരുന്നോളും. ഇത് കുത്തി ഇളക്കാനുള്ള ഒരു സാധനം, നമുക്ക് എന്ത് ടൂള് വേണമെങ്കിലും ഇതിൽ കുത്തി വെച്ച് അവിടെ ഇരുന്നോളും. എല്ലാത്തിനും നിങ്ങൾക്ക് സുഖമായിട്ട് ഇരിക്കാം. വേറെ ഒരു ചെടികൾ ഒന്നിലും വളരില്ല. വളരാൻ നമ്മൾ സമ്മതിക്കരുത്. അങ്ങനെയാണല്ലേ? അത്രയും കൂടി പ്രത്യേകം. ഇതിൽ നമുക്ക് ഇപ്പൊ മാഷെ നോക്കിയേ, ഒരു ചില്ലി കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു കോർണർ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇത് വെള്ള കാന്താരി, ഇത് പച്ചക്കാന്താരി, ഇത് വേറൊരു മുളക്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സൈസ് 8, 10, 12 വ്യത്യസ്ത ഇനങ്ങൾ ഓരോ കോർണറിൽ വെക്കാം. ഇത് ചില്ലി കോർണർ ആക്കാം, ഇത് അഗ്ലോണിമ കോർണർ ആക്കാം, മറ്റൊരു അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ട് നമുക്ക് കൃഷിയിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മനം കുളിർക്കെ സന്തോഷിച്ച് അനുഭവിക്കാം. സ്ഥലമില്ലാത്തവർക്ക് നല്ലൊരു ഇതാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ബലമായ വിശ്വാസം അതാണ്. നിങ്ങൾ ഓരോ ചെടികളും നോക്കിയപ്പോൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഒരിക്കലും ഇതിൽ ഒരു 2-3 ക്രോപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് റീപോർട്ട് ചെയ്താൽ മതി. റീപോർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേറെ പ്രശ്നമില്ല. ഇതിലുള്ള ചെടികൾ ഒന്ന് എടുത്തു കളഞ്ഞ് ഒന്ന് തട്ടി വൃത്തിയാക്കി ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. വളപ്രയോഗം എങ്ങനെ ചേട്ടാ? വളപ്രയോഗം വല്ലപ്പോഴും നമ്മൾ തോന്നി ചെടിയുടെ ഗ്രോത്ത് നോക്കി ഓരോന്നിനും പരിചയം. എന്താ സാധാരണ ചെയ്യാറ്? സാധാരണ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അവിടുന്ന് കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടുന്ന വളങ്ങൾ, എൻട്രി ചെയ്ത സൂഡോമോണസ് എൻട്രി ചെയ്ത സാധനങ്ങൾ, അങ്ങനെയുള്ള ഇതുകൾ. അല്ലാണ്ട് പൈസ കൊടുത്തിട്ട് രാസവളം ഇപ്പൊ ഇതിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ചേട്ടൻ പിന്നെ ജൈവത്തിന്റെയും കൂടി ആളാണല്ലോ. ഇപ്പൊ അങ്ങനെ ആയി. ഇപ്പോൾ ഇതിൽ നോക്കൂ, ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീട്ടിലേക്കും കൂടി കൊടുക്കാം സുഖമായിട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും തൊലഞ്ഞു നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്നു പച്ചമുളക്, സുഖം. അങ്ങനെ സംതൃപ്തിയോട് കൂടി കഴിയുന്നു. മാഷ് വന്നതിൽ സന്തോഷമുണ്ട്. ഇത് ജനങ്ങൾ കാണട്ടെ. ഇത് ശരിക്ക് ചെടികൾ കൊണ്ടുള്ള സ്ക്രീനും ആണ് അല്ലേ? ഇതൊരു എന്തെന്നാ പറയാ, ഒരു മറ. നമുക്കൊരു എവിടെയെങ്കിലും നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം സുഖമായിട്ട്. അത് ഇങ്ങനെ നീക്കാവുന്നതാണ്, പിടിച്ച് നീക്കാവുന്നതാണ്. ഈ ചെടികൾ 72 ടയറുണ്ട് ഇതില്. 72
നമുക്ക് അങ്ങനെ വെക്കാം. അതില് ചെടികളും വെച്ചിട്ടുണ്ട് ഇതില്ലേ? ഫുള്ള് ടയറാണ്. അപ്പൊ ഗാർഡനൊക്കെ വിഭജിക്കണമെങ്കിലൊക്കെ പറ്റുന്ന ചെയ്യാം. ഒരു പാർട്ടീഷൻ ചെയ്യാൻ സുഖമാണ്. ഇതിന്റെ നീളം വീതിയൊക്കെ എത്രയാണ് ചേട്ടാ? നീളം വീതി നോക്കിയിട്ടില്ല അല്ലേ? ശരി, കുറച്ച് നാളായി തോന്നുന്നു അല്ലേ? കുറച്ച് നാളായി. എന്നാലും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്, ടയറുകൾക്കും കുഴപ്പമില്ല ഒക്കെ ആയിട്ട്. നമ്മുടെ ഇതാ ചേട്ടാ, ഇതെന്താണ് ചേട്ടാ ഇത്? ഇത് വെറുതെ ഒരു കാണാൻ ഒരു ഭംഗി തോന്നുന്നില്ലേ? ശരി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ടയർ കൊണ്ട് തന്നെ അല്ലേ? ആർട്ടിസ്റ്റിക് അഗ്രികൾച്ചർ. ശരി, നമുക്ക് മനസ്സിനിണങ്ങുന്ന വിധത്തില് ചെടിയും ചെടിയിടവും മാറ്റിയെടുക്കുക. പിന്നെ ഈ ചട്ടിയില് ഇത് നമ്മുടെ സീന ജയശീലൻ ബ്ലാക്ക് റൈസ് കൊടുന്നപ്പോ അതിൽ നിന്ന് ഒരു മുടി മേടിച്ചിട്ടതാണ്. നമുക്കും കൃഷി ചെയ്യാം എന്ന് കാണിക്കാനായിട്ട് അല്ലേ? സുഖമായിട്ട് ഇതാ കതിര് വന്നിട്ടുണ്ട്. കുറച്ചുള്ളൂന്നുണ്ടെങ്കിലും നമുക്കിത് കൃഷി ചെയ്യാം എന്നുള്ളൊരു സന്ദേശം. ഇത് സ്റ്റീല് പോലെ ഇരിക്കണ്ടല്ലോ ചേട്ടാ? ഇത് സ്റ്റീലിന്റെ വീട്ടില് വേസ്റ്റ് ആയ സാധനങ്ങൾ എടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് അല്ലേ? ഇത് ഫിഷ് ടാങ്ക് അല്ലേ? ഇത് ടയർ തന്നെ ഞാത്തിട്ടിരിക്കുന്നതാണ് അല്ലേ? ഇതില് ഗോൾഡൻ കളർ അടിച്ചിട്ടുണ്ട് നമ്മള്. ഇതിപ്പോ ഞാൻ അതിന്റെ 1-2 ഫോട്ടോ ഞാൻ അയച്ചു തരാം. ഇതിപ്പോ എന്താ വെച്ചാൽ നമ്മളൊരു ഉദ്ഘാടനം വീട്ടിൽ നടക്കുകയാണ്. എല്ലാവരും കുറെ പ്ലാസ്റ്റിക് പാത്രങ്ങളോ സ്റ്റീൽ പാത്രങ്ങളോ കൊണ്ടുപോയി കൊടുക്കും. ഇപ്പൊ 4 ആൾ തന്നെ ഒരേ വിധത്തിലുള്ളതൊക്കെ എത്തും. അപ്പൊ അതിന് പരിഹാരമായിട്ട് നമുക്ക് വീടിന്റെ അഡ്രസ് ഇതിൽ എഴുതിയിട്ട് ഒരെണ്ണം വെച്ചാലേ ഈ ഫ്രണ്ടിൽ തൂക്കിയിട്ട് ഈ ചെടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. ശരി, വെള്ളം ഒഴിക്കാനുള്ള ഒരു സൗമനസ്യം കാണിക്കുക. അപ്പൊ ചെടി ഇതാ ഇതിങ്ങനെ ഗോൾഡൻ പെയിന്റ് അടിക്കുന്നതാണ് അല്ലേ? ഗോൾഡൻ പെയിന്റ് അടിച്ച് നമ്മൾ സ്റ്റിക്കർ വെച്ച് കൊടുക്കും. വീട്ടു പേര് എഴുതിയിട്ട് സ്റ്റിക്കർ ഒരു വെൽക്കം. ശരി, വീട് പേര് വെക്കുന്നതിന് പകരമായിട്ട് അതങ്ങനെ ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ്. അത് കൃഷി പ്രോത്സാഹിപ്പിക്കുക, കർഷകനെ സൂചിപ്പിക്കുക, അവന് മനസ്സിന് ആനന്ദം. ഈ റോ മുഴുവനും ഇങ്ങനെ ഞാത്തിയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ ചേട്ടന്? ശരി. ഇത് ടയറിന്റെ ഉള്ളില് വീണ്ടും ടയറിന്റെ ഉള്ളിൽ സ്പേസ്. ഇത് ഒരിക്കലും ഈ ടയർ മുറിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ ടയർ ചെയ്യണ കാരണം കൊണ്ട് നമ്മുടെ സഖാവ് ബസിന്റെ ആ മാഷ് എനിക്ക് തന്നതാണ്. ഇത് ഗോപേട്ടൻ ടയർ തന്നതാണ്. ഞാൻ ടയർ ചെയ്യിച്ചിട്ട് ആള് എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഗോപേട്ടന് പ്രത്യേക അഭിനന്ദനം നേരുന്നു. ഇത് സഖാവ് ബസിനും ഇത് സുഖമായിട്ട് എന്താണ് ഇതില് സൂക്ഷ്മങ്ങളൊക്കെ ചേട്ടാ? ഇതില് വേറെ ചെടികൾ വെക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു പടർത്തണ ഒരു സാധനം വെക്കുമ്പോ കമ്പ് കുഴിച്ചിടാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാം. വെർട്ടിക്കൽ ഗ്രോത്തിന്. ശരി, അതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അങ്ങനെ ഉണ്ടാക്കിയതാണ്. ചെടികള് കണ്ടില്ലേ? ഈ ഇതിലൊക്കെ വ്യത്യസ്ത ഇനം ചെടികളെ വെച്ചിട്ടുള്ള അല്ലേ? ഇതൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തതിന് ശേഷം ചെയ്താണ് മാഷെ ഒരു ഓർക്കിഡ് വെക്കാനായിട്ട്. 20 ഓർക്കിഡ് വെക്കാം ഇതില്. ഇത് മൂവബിൾ ആണോ? ഇതെല്ലാം 4-6 പീസാണിത്. 6 പീസാണ്. എല്ലാം മുറിച്ചെടുക്കാം. ഇത് ചെടികൾ അതൊരു പ്രത്യേക രസൈൻ്റെ അല്ലേ? നിങ്ങക്ക് ഇതിപ്പോ ഓർക്കിഡ് വെക്കാനായിട്ടാണ്. ഞാൻ വെച്ചിട്ടില്ല, വെച്ചത് സെയിൽ ചെയ്തു. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഇതിനെന്തെങ്കിലും കേടോ നമുക്ക് എന്തെങ്കിലും ഓർക്കിഡ് എന്ന് പറയുമ്പോൾ സംരക്ഷണം കൂടുതൽ ആവശ്യമുള്ള ചെടിയാണ്. ഒരു പ്ലാന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് ഇതിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ പരിചരിച്ച് നമുക്ക് അതിന്റെ അസുഖം മാറ്റി ഇതിന്റെ ഇടയിൽ കൊടുന്ന് വെക്കാം. ശരി, അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത. ഇത് വളരുമ്പോ ഈ ഇടയിൽ ഇത്ര ഉയരം വരെ സുഖമായിട്ട് ഇതിന് വളരാം. ഇവിടുന്ന് ഇങ്ങോട്ടേ ഇത് വളരുന്നുള്ളൂ. അപ്പൊ സ്പേസ് യൂട്ടിലൈസേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു ചെടി വേറെ ഒന്നിനെ ഉപദ്രവിക്കും. എത്ര അടി ഉയരം ഉണ്ടാവും? 6 അടി ഉയരം. അത് ഭംഗിക്ക് വേണ്ടിയാണ് സൈക്കിളിന്റെ ചക്രം. അല്ല, വെയിൽ ഡയറക്റ്റ് ആയിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പണി കഴിഞ്ഞിട്ടില്ല അല്ലേ? അത് പണി നെറ്റ് ഇടും. പണി കഴിഞ്ഞ് പൂർത്തിയാകുമ്പോ ഇതിന്റെ ഒന്ന് എടുക്കണം. ഇതിനൊക്കെ എന്ത് വില വരും ചേട്ടാ? ഇതിന് ആകെ 3500 രൂപ ഒരു ഓർക്കിഡ് സ്റ്റാൻഡ് അല്ലേ? ടയറടക്കം. ശരി, ഈ കാര്യം പൂർത്തിയാക്കാനായിട്ട് അല്ലേ? 10 ടയർ ഉണ്ട്. 20 പ്ലാന്റ് വെക്കാം. ഒരെണ്ണത്തിൽ 2 എണ്ണം വെക്കാം. ശരി, ആവശ്യത്തിന് ഈ ഒരു ടയറിൽ 2 എണ്ണം വെക്കാം. ഒരു ടയറിൽ 2 എണ്ണം വെക്കാം. ശരി. ഇനി ഒരെണ്ണം വെക്കേണ്ടവർക്ക് ഒരെണ്ണം വെക്കാം. ശരി,
അതാണ് ഇത് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി മൂവബിൾ ആണ്. നമുക്ക് പെർമനന്റ് കൺസ്ട്രക്ഷൻ നമ്മുടെ അതിൽ പറഞ്ഞിട്ടില്ല. ശരി, ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇങ്ങനെ വെക്കണം. അതാണ് ഞാൻ പറഞ്ഞത് ആർട്ടിസ്റ്റിക് അഗ്രികൾച്ചർ എന്നുള്ള. നമ്മൾ കഴിയുന്നതും നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുക എന്നുള്ളതാണ്. ഞാൻ ബാക്കി സാമ്പത്തിക വശം ആലോചിക്കുന്നേ ഇല്ല. നമുക്ക് ചെയ്യണ പ്രവൃത്തിക്ക് മാനസികമായിട്ടുള്ള ആനന്ദം അത് വേണ്ടുവോളം. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസഫ് അലിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട് വിശ്വാസം അല്ലേ. മാനസികമായിട്ടുള്ള സന്തോഷം അത് നല്ലവണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. പണിയെടുക്കാൻ ഇടമുള്ളതുകൊണ്ട് ഇതിനെ പരിചരിച്ച് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമുള്ള ഈ എന്തെന്ന് പറയാ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കുക. അങ്ങനെ പറഞ്ഞ ആ ഒരു ഇതിൽ സുഖമായിട്ട് നമുക്ക് പരിചരിക്കാൻ നമുക്ക് നേരമില്ലാത്ത കുഴപ്പമുള്ളൂ. ഇപ്പം ഇതൊക്കെ പരിചരിച്ച് വെള്ളം നനച്ച് വരുമ്പോൾ തന്നെ ഇഷ്ടംമാതിരി സമയം പോകും. നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാം. ഇത് വെറുതെ ഇതൊരു പോളി ഹൗസ് വെറുതെ ഉണ്ടാക്കിയതാ. ചെറുതായിട്ടുള്ള അല്ലേ, ഒരു സിമ്പിൾ പോളി ഹൗസ്. 19 തക്കാളിയോളം കിട്ടി. തക്കാളിയുടെ ടൈം കഴിഞ്ഞു. ഇപ്പൊ അതിൽ ഒരെണ്ണം നിൽക്കുന്നുള്ളൂ. അടുത്ത ക്രോപ്പ് ഇടണം. അങ്ങനെ നിൽക്കണം. ഈ ചെടി നന്നായിട്ടല്ലേ അല്ലേ? പെരുകളൊക്കെ ഫേണാണ്. ഇതൊരു ഫേണാണ് അല്ലേ? ഫേണാണ്. ശരി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേൺ അല്ലേ? ശരി. പിന്നെ പപ്പായ മുമ്പത്തെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ചേട്ടാ, ആ ഭാഗത്തേക്ക് നമ്മള് പപ്പായ ഇതാ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് പ്രാവശ്യം വെച്ചത് കുറച്ചടുത്തു. ഇത് റെഡ് ലേഡി ആണോ ചേട്ടാ? റെഡ് ലേഡി ആണോ? അല്ല അല്ല, റെഡ് ലേഡി അവിടെ വെച്ചിട്ടുണ്ട്. ഇതേതത്? ഇത് ഒരു നാടൻ വെറൈറ്റി. നാടൻ വെറൈറ്റി തന്നെയാണ് അല്ലേ? എന്നാലും അധികം ഉയരം പോയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല, സുഖമായിട്ട് കാച്ച് നിൽക്കുന്നുണ്ട്. ചീര ഈ ഭാഗത്തുണ്ട് അല്ലേ? വേണ്ട ചീര, തക്കാളികള്, വാഴ. ഇതിപ്പോ മാഷെ ടയറില് ഇതാ നിൽക്കുന്നു. വീണ്ടും മുളക് അല്ലേ? ശരി. ഇതിന്റെ കൃഷിയിടം എന്താന്ന് വെച്ചാല് ഹൈജീനിക് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനം. നമ്മൾ എങ്ങനെയാലും കുത്തിയിട്ടിട്ട് വിളിക്കാൻ ഒന്നാ പോരാ. നമുക്കിപ്പോ പിന്നിലുള്ള തക്കാളി അല്ല പപ്പായ ഒക്കെ ഒരേ വെറൈറ്റി. എന്താണ് വളമൊക്കെ ചെയ്യുന്നത്? വളം ചെയ്യുന്നത് എന്താ? ഇല്ല, വളമൊക്കെ സാധാരണ ഈ ഇതിന് വരുന്ന മൊരടിപ്പ് രോഗങ്ങളോ ഒന്നും വരുന്നില്ലല്ലോ അല്ലേ? ഇപ്രാവശ്യം അതിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടിയിട്ടുണ്ട്. ശരി. ഇപ്പൊ ഇതാ മുളക് നിൽക്കണ കണ്ടാ നിങ്ങൾക്ക് അറിയില്ല. ഒന്നുമില്ല നിൽക്കുന്നു. ഇതാ ഈ മുളകുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഡ്രിപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ ഇട്ടുള്ളത്. ശരി. ഈ ഭാഗത്തും ധാരാളം മുളകുകളുണ്ട് അല്ലേ? മുളക് സുഖമായിട്ട് നിൽക്കണു. ശരി. തക്കാളി ഉണ്ടായിട്ടുണ്ട്, മുളകുണ്ടായി. ഇത് വളരെ ഭംഗിന്റെ അല്ലേ? ഇതൊരു ഫേണാണ് അല്ലേ? ഇത് ബേർഡ്സ് നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേണാണ്. ശരി. അവൻ ഫേണാണെങ്കിലും ഞാനിത് പിടിപ്പിച്ചുള്ളത് ഒരു പോട്ടിലാണ് അല്ലേ? അതൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അതുപോലെ നമുക്ക് മറ്റു ചെടികളുടെ അടുത്തേക്ക് ഒന്ന് പോകാം ചേട്ടാ. ഇതും ചെടികൾ തന്നെയാണ് നല്ല ഭംഗിയില്. ഇത് നിങ്ങൾക്ക് എവിടേക്ക് വേണേ വെക്കാം. ഇതെന്താണ് സംഭവം? ചെറിയ ക്രിയേഷൻ. ഇത് ചെടി സ്പൈഡർ പ്ലാന്റ്. ശരി. ഇത് നമുക്ക് വെറുതെ നേരം പോവാൻ വേണ്ടി കമ്പി കെട്ടി ഇവനെ വേറൊരു ഷേപ്പിലാക്കി. ശരി. ഇതിന്റെ ഷേപ്പ് കാണുമ്പോ ഒന്നും നോക്കാൻ തോന്നില്ലേ? അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ശരി. ഒരു സ്പെഷ്യൽ നോട്ടം ഇതിന് കിട്ടുക. ഇതെന്തൊരു പ്രത്യേക ഒരു വെറൈറ്റി ചെടി തന്നെയാണ് ഇത്. ശരി. അങ്ങനെ കാണുമ്പോഴേ ചെടിയൊന്നും തോന്നില്ല അത്. ഇത് കണ്ട സുഖമായിട്ട് വെട്ടി നിർത്തിയാല് നമുക്ക്. ഇത് മറ്റേ മത്സ്യം വളരുന്നതാണ് അല്ലേ? മത്സ്യം വളർത്താനായിട്ട് അല്ലേ? ഇതൊരു എന്തെന്നാ പറയാ, JCB-യുടെ ടയറാ. ശരി. നിങ്ങൾ ലോകത്തിൽ നോക്കിയ ഇങ്ങനെ ഒരു ടയർ ഇങ്ങനെ മറിച്ചിട്ടുള്ളതായിട്ട് കാണും. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ടയർ കൊണ്ട് ഒരു പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുകയാണ്, ചെയ്തിട്ടുള്ളതാണ്. കിട്ടുന്ന നമുക്ക് പറ്റിയ ഇട ഏതാണോ അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാലോ. ശരി. എന്നാ ഇനി ഇവിടേക്ക് നമുക്ക് തിരിയാൻ ചേട്ടാ. ഇതൊക്കെ തന്നെയാണ്. അത് ശരിക്കും നല്ല രൂപത്തിൽ. ഇതൊരു വേപ്പിന്റെ ഒരു അപരൻ. വേപ്പിന്റെ അപരനാണ്. ശരി. വേപ്പല്ല അപരൻ അല്ലേ? അത് ഗന്ധം ഇതൊക്കെ ഉണ്ട്.
ഇല്ല അതൊന്നുമില്ല. ഇല്ലില്ല. തേപ്പിൻ്റെതായിട്ട് ആ വിഷ്വലി കാണാനുള്ളത് മാത്രമേ ഉള്ളൂ. ശരി. ബാക്കിയൊക്കെ ഡിഫറെന്റ്. ഇത് ഞാത്തിട്ടൊക്കെ നല്ല രസമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ചെടികളുണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ചേട്ടൻ ഇന്ന് മാറ്റിയെടുത്തിരിക്കുന്നത് അല്ലേ? വെറ്റില. ശരി. ഇത് നമ്മുടെ സ്റ്റീവിയ, മധുര തുളസി. മധുര തുളസി. ശരി. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് പോവാം ചേട്ടാ. എലിഫന്റ്. അത് നന്നായിട്ട് മറ്റുള്ള ചെടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഈ ചെടിക്ക് സുഖമായിട്ട് വിടർന്ന് പന്തലിക്കാൻ ഒരിടയില്ലാന്ന് തോന്നി. അപ്പൊ അതിനങ്ങ് വിട്ടുകൊടുത്തു അല്ലേ? ശരിക്കും ചെടികൾക്കൊരു കാനോപ്പി മാനേജ്മെന്റ് ഉണ്ട്. അതായത് മറ്റുള്ള ഇലകള് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് അത് തന്നെ വിന്യസിക്കുന്ന ഒരു ഇടപാടുണ്ട്. അപ്പൊ ഇത് മറ്റുള്ള ചെടിയുടെ ഇടയിൽ നിന്നാല് സുഖമായിട്ട് ഇതിന് വളരാനുള്ള ഒരു പ്രയാസം തോന്നി. അപ്പൊ അവനെടുത്ത് ഇങ്ങോട്ട് വെച്ചാണ് അല്ലേ? ഈ സൈഡിലൊക്കെ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അല്ലേ? ചെറുനാരങ്ങ, കുറ്റിക്കുരുമുളക്. ഇതൊരു ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വെറുതെ ഒരു കൂജ തിരിച്ചു വെച്ച് ചെയ്തിട്ടുള്ള. നമുക്ക് ഈ സൈഡിലേക്ക് നോക്കാം ചേട്ടാ. ഇവിടെ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് സ്റ്റാൻഡ് പോലെയാക്കി വെച്ചിരിക്കുന്നതാണ് അല്ലേ? നമ്മൾ സുഖമായിട്ട് പരിചയിച്ചു പോണ ഒരു സാധനമാണ്. ശരി. ഇതെല്ലാം തന്നെ ഒരു കലാപരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുക. നേരത്തെ പറഞ്ഞ ആർട്ടിസ്റ്റിക് ഒരു കൃഷിയിടത്തിലേക്ക് ഒരു പുതിയ രീതി കൊണ്ടുവരിക. നീ വരുമ്പോ സ്വീകരിക്കാനായിട്ട് അല്ലേ? ശരിക്ക് ഒരു ആളുകള് കയ്യിൽ താലമേന്തി നിൽക്കുന്നത് പോലെ തോന്നും. കുറച്ച് നേരം ആനന്ദിക്കാനുള്ള ഒരു ഇടം നടക്കുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു ഇതാണ്. ഇതെന്താ പേരയുള്ള ചേട്ടാ? കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയല്ലോ അല്ലേ? ടയർ ചെടിച്ചട്ടിയില് ടയറിലാണ് നിൽക്കുന്നത് അല്ലേ? ശരി. ഇത് ഇതില് പൂ ഉണ്ടാവണോ? ഇല്ല, ഇലകള് മാത്രം. ഇതിലിപ്പോ കുക്കുംബർ ഇട്ടു. കുക്കുംബർ ആയിരുന്നു ക്രോപ്പ് കഴിഞ്ഞപ്പോ മാറ്റി കുക്കുംബർ ഇട്ടിട്ടുണ്ട്. ഇതാ ഇതില് പേര സുഖമായിട്ട് കാഴ്ച നിൽക്കുന്നു. നമുക്ക് ആരോടും ചോദിക്കണ്ട. ശരി. ഇതിന്റെ ഗുണമേന്മയും ആരോടും പറയണ്ട. വൃത്തിയായിട്ട് സുഖമായിട്ട് കിട്ടും. ഇത് ഉണ്ടായി തുടങ്ങിയല്ലോ അല്ലേ? കുക്കുംബർ ഉണ്ടായി തുടങ്ങിയല്ലേ? ഇത് ഓറഞ്ചാണ് അല്ലേ? ഇത് നമ്മുടെ എലന്തപ്പഴം. ഇത് ശരിക്കും അന്ന് അതെ മോളിക്ക് വരെ പോയില്ലേ? ഇത് അത് ഭയങ്കര സംഭവം ഉണ്ട് അല്ലേ? ഏറ്റവും മോളിക്ക് ഒരു വൺ ഓഫ് ദി അട്രാക്ഷൻസ്. നെല്ലി. ശരി. ഇത് പീനട്ട് ബട്ടർ. അതും കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയില്ലേ? ചിലവര് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ആദ്യം ഇവിടെ ഒന്ന് തിന്നിട്ടാണ് സന്തോഷിച്ചിട്ടാണ് നമ്മളെ കാണാൻ വരും. സപ്പോട്ടയും വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് നമ്മുടെ കുടംപുളി. അത് ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. ഉണ്ടായിട്ടുണ്ട്. ശരി. ഇതിപ്പോ നമ്മുടെ ഇതാണ് അന്ന് ഗ്രൂപ്പിൽ ഇട്ടിരുന്നത് അല്ലേ ചേട്ടൻ? ഇപ്പൊ ഇന്നലെ ഞങ്ങളൊരു ക്രോപ്പ് കഴിച്ചു അല്ലേ? ഇത് ഇതാ ഉണ്ടായിരിക്കുന്നു. ഇത്ര മതി നമുക്ക്. ഇതാണ് അതിന്റെ കായ അല്ലേ? ധാരാളമാണ് ഒരു വീട്ടിലേക്ക്. സുഖമായിട്ട് ഇവനെ ചേട്ടന്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലേ ഉള്ളത്? നമുക്ക് സുഖമായിട്ട് വെക്കാം. ഇതിലിപ്പോ ഒരു വാഴ ഉണ്ടായിരുന്നു, അത് കൊലച്ചു മാറിയതാ. വാഴ പോലും വെച്ചിട്ടുണ്ട്. വെച്ച് കൊലക്കുമ്പോ ഞാൻ മാഷ വിളിക്കാം. ശരി. ഇതെനിക്ക് നമ്മുടെ തന്നെ ഒരു കർഷക സുഹൃത്ത് കൊടുക്കുന്ന ഒന്നാണ്. ഇതെന്താണ്? ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം എനിക്ക് വേണ്ടി മേടിച്ചു കൊടുക്കുന്നതാണ്. ഒരു വെള്ള ബബ്ലൂസ്, വലിയ ജൈജാന്റിക് സാധനമാണ്. ശരി. അത് വരട്ടെ നോക്കാം. ഇത് സുരിനാം ചെറി തന്നെയാണ് അല്ലേ? ഇതൊക്കെ ഇതിൽ തന്നെയാണ്. ഈ രണ്ട് പോട്ടിലെ മാഷം മണ്ണുള്ളോ. ഇത് വെറുതെ ഒന്ന് നമുക്ക് ഈ കൃഷിയിടത്തിൽ വെക്കുമ്പോൾ മറ്റുള്ള സാധനങ്ങൾ വന്ന് ഉപദ്രവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എലി ചായ ഒന്നും അതിൻ്റെ ഉള്ളിൽ കയറില്ല. ഇത് കൊള്ളി തന്നെയാണോ? ഇത് ഷുഗർ ഫ്രീ കൊള്ളി. ശരി. അതാണ് അതിന്റെ പ്രത്യേകത. ഇലയ്ക്ക് പ്രത്യേകത ഉണ്ട്. മറ്റേത് ഷുഗർ ഉള്ളതാണ് സാധാരണ കൊള്ളി. ശരി. ഇത് ശീതകാല കൃഷിയാണ് അല്ലേ? ശരി. ഇത് കൂട്ടായ്മയുടെ പേരെന്താണ് ചേട്ടാ?
ഉണർവ് ഉണർവ് അപ്പോൾ ഓ അപ്പം അത്തരത്തിൽ ചേട്ടൻ്റെ കൃഷിപരമായ കഴിവുകൾ വ്യാപിക്കുന്നുണ്ട്, സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട് അല്ലേ? ഇത് കണ്ടമാനുണ്ടല്ലോ ചേട്ടാ അല്ലേ? ധാരാളം ഉണ്ടല്ലോ അല്ലേ? കൃഷിയിടമാണ് അല്ലേ? ഓ ശരി. ഇത് നന്നായിട്ട്. അപ്പോൾ ഉണർവ് അംഗങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരണം കേട്ടോ. ഇപ്പം ഞങ്ങൾ കുറേ ചീര പറിച്ചു വിറ്റു. ശരി. കൊള്ളി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ തണ്ണിമത്തന് ഇടാൻ പോവാണ്. ഓ അത് ശരി. അങ്ങനെ ഓരോ സീസൺ അനുസരിച്ചുള്ള കൃഷിയാണ്. കൃഷിയാണ്. ഉണർവില് എത്ര അംഗങ്ങളുണ്ട് ചേട്ടാ? 6 അംഗങ്ങൾ. 6 അംഗങ്ങളുണ്ട് അല്ലേ? മാത്രം വരും, അവര് പരിചരിക്കും. അതൊക്കെ ചെയ്ത് പോവും അല്ലേ? ശരി. അപ്പോൾ 6 അംഗങ്ങൾക്കും ഈ കൃഷിയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന അംഗങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു ചേട്ടാ. നമസ്കാരം സുരേഷ് ബാബു ചേട്ടാ. അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ചേട്ടൻ്റെ ഈ ഇത് ഞാൻ 4-ാമത്തെയോ 5-ാമത്തെ തവണയാണ് സന്ദർശിക്കുന്നത്. ഓരോ തവണ വരുമ്പോഴും പുതുമകളുമായിട്ടാണ് ചേട്ടൻ നിൽക്കുന്നത്, പുതിയ ആശയങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. ഒരു സംരംഭകൻ എന്ന നിലയിൽ, ഒരു ഹോർട്ടിക്കൾച്ചറിസ്റ്റ് എന്ന നിലയിൽ, ഒരു അഗ്രികൾച്ചറിസ്റ്റ് എന്ന നിലയിൽ ഒക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ചേട്ടന്. അപ്പോൾ ചേട്ടൻ്റെ സമ്മതത്തോടും അനുവാദത്തോടും കൂടിയിട്ട് ഈ വീഡിയോ ഫിസിക്സ് വിദ്യാലയം എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. ചേട്ടൻ്റെ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ ചേട്ടാ? എൻ്റെ നമ്പർ 984-777-5511. ഈ നമ്പറിൽ വിളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇനി കൃഷി സംബന്ധിച്ചോ ഇതിനെ പറ്റി അറിയാനോ എന്തിനാണ്. പിന്നെ ചേട്ടൻ നേതൃത്വത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ ചേട്ടാ? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ജയ് കിസാൻ സുഖമായിട്ട് നടന്നു പോകണു. അതിന്റെ പ്രത്യേകത എന്താണ് ചേട്ടാ? അതിന്റെ പ്രത്യേകത അതിലിപ്പോൾ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, കൃഷിയിടം ആയിട്ട് എല്ലാവരും പരിഗണിക്കുന്നുണ്ട്. കൃഷി ചർച്ചകൾ മാത്രമേ വരുന്നുള്ളൂ. ഗുഡ് മോർണിംഗ് ഇല്ല, ഗുഡ് ഈവനിങ് ഇല്ല, ബാക്കി രാഷ്ട്രീയം ഇല്ല. കർഷകർ മാത്രം വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരിടം. ഇനി അതിൽ ചേരണമെങ്കിൽ നമ്പർ തന്നാലേ നമ്മൾ മാത്രമാണെന്നോ അങ്ങനെയൊന്നുമില്ല. ആർക്കും നന്നായിട്ട് പരിഗണിച്ചു പോണ ഒരു ഇതാണ്. എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. കൃഷി മാത്രമേ ഉള്ളൂ, കൃഷിക്കാർക്കുള്ള ഒരിടം. അത് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ആദ്യം പരിചയപ്പെടുന്നത് തൃശ്ശൂർ എക്സിബിഷനിൽ വെച്ചിട്ടാണ്. അന്ന് ചേട്ടൻ കൃത്യമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് ആദ്യമായിരുന്നു ഈ ടയർ കൊണ്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ പലരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങിയ ചേട്ടൻ എന്നുള്ളൊരു ഖ്യാതി ചേട്ടനുണ്ട്. ഇല്ല, ഇപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ടയർ കൃഷിയിടത്തിലേക്ക് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല എന്ന് വേറെ ഒന്നും കൊണ്ടല്ല, ഗവൺമെന്റിന് അത് അറിയില്ല ഇങ്ങനെ ഒരു കൃഷി ഉണ്ട് എന്നുള്ളത്. പറഞ്ഞു കേട്ടതല്ലാണ്ട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പം അത് ടയർ കൃഷിയിടത്തിൽ ഉപയോഗിക്കേണ്ട ഒരു അനുമതിക്കായിട്ട് ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അംഗീകരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. കൃഷിയിടത്തിൽ വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ സോഴ്സും യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്കാരും കൃഷി വകുപ്പും ഒക്കെ കൂടി ശ്രമിക്കുന്നുണ്ട്. നന്നായി നടക്കട്ടെ, വരുമെന്ന് പ്രത്യാശിക്കാം. അപ്പോൾ ചേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ. നന്ദി, നമസ്കാരം.